ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മാർത്താണ്ഡ സോമബുധ ഭാർഗവരാഹുകേതു മന്ദക്ഷ്മാസുത ബൃഹസ്പതിവന്ദിതായ മന്ദാകിനി സലിലശോഭിതശേഖരായ മംഗല്യദാനനിരതായ നമഃശിവായ. ശ്രീ വൈക്കത്തപ്പാ ശരണം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അനിലേട്ടൻ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ബ്രഹ്മശ്രീ ഭരണി നാരായണൻ നമ്പൂതിരിപ്പാട്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ധന്യാത്മാക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. ഇവിടെ 5 വർഷത്തോളമായി ഈ ഒരു മഹാസംരംഭം ഇവിടെ ആരംഭിച്ചു എന്ന് അറിഞ്ഞു. ഈ ഒരു വർഷത്തിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. അതിന് നമ്മുടെ ഇതിൻ്റെ സംഘാടകന്മാരായി സജീവേട്ടനും സനലേട്ടനൊക്കെ സഹായിച്ചു. ഇതിൻ്റെ പേര് പോലെ തന്നെ വളരെ അടുക്കും ചിട്ടയോടും കൂടിയ ഒരു സംവിധാനമാണ് ഇവിടെ കണ്ടത്. ലളിതബോധിനി സുകുമാരതയങ്കാനാം വിന്യാസോ ലളിതം ഭവേത്. വളരെ സുകുമാരതയോടുകൂടി, വളരെ ഭംഗിയോടുകൂടി അംഗങ്ങളെ വിന്യസിക്കുന്ന ഒരു പദ്ധതിയാണ് ലളിതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ പരിപാടിയിൽ ഈ നേരം വരെ കാണാനിടയായത്. എല്ലാം വളരെ കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി, ഒന്നും ഒരു കുറവുമില്ലാതെ, അധികം വലിയ ഒരു സദസ്സൊന്നുമില്ലെങ്കിലും വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇതിൻ്റെ സംഘാടകന്മാർ ആദ്യമായി ഇതിൻ്റെ ആരംഭം കുറിച്ചതും, അതുപോലെ തന്നെ ഗ്രന്ഥപൂജ, മറ്റ് സ്വീകരണം പോലുള്ള എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ സംഘാടകന്മാർ ദൈവജ്ഞന്മാരാണല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വളരെ ശ്രേഷ്ഠമായ രീതിയിലാണ് ഇതിൻ്റെ ഓരോ വിന്യാസവും ഇവിടെ ഉണ്ടായത്. നമുക്കിടയിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യം, അതായത് നമ്മുടെ സമുദായത്തിൽ ഉള്ള ജ്യോതിഷികൾ, ദൈവജ്ഞന്മാർ എല്ലാവരുടെയും ഒരു നല്ല ഐക്യതയോടുകൂടിയുള്ള പ്രവർത്തനവും പഠനവും തന്നെയാണ് നമുക്ക് ഇന്ന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം. അത് ഈ ഒരു സംഘടനയിൽ കൂടി, ഈ ലളിതബോധിനി എന്ന് പറയുന്ന ഈ ഒരു സംഘടനയിൽ കൂടി നടത്തി വരുന്നുവെന്ന് കാണുമ്പോൾ അത് വളരെയധികം സന്തോഷം ജനിപ്പിച്ചു. അതിന് മുൻപന്തിയിലായി ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നതെങ്കിലും നേരിട്ട് കാണുന്നെങ്കിലും മുൻകൂട്ടി അറിയാം. അനിലേട്ടനൊക്കെ മുൻകൂട്ടി അറിയാം. അതുപോലെ തന്നെ നമ്മുടെ സനലേട്ടൻ, ഇങ്ങനെയുള്ള ഒരുപാട് ദൈവജ്ഞന്മാരിതിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് ഇതിനെ നയിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. നമുക്കും ഇതിലൊരു അംഗമാകാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യമാണ്. ഇനി അങ്ങോട്ടും ഈയൊരു സംവിധാനം കേരളം മുഴുവൻ നിറഞ്ഞ്, കേരളത്തിലുള്ള നമ്മുടെ സമുദായ അംഗങ്ങളും അതുപോലെ അതിലുള്ള എല്ലാ ദൈവജ്ഞന്മാരും ചേർന്നുകൊണ്ട് ഒരു നല്ലൊരു ഐക്യതയുള്ള ഒരു സംഘടനയായി മാറാനും, അതിൽ കൂടി നമുക്ക് ജ്യോതിഷം പഠിക്കാനും പഠിപ്പിക്കാനും വളർന്നു വരുന്ന കുട്ടികളെ, നല്ലൊരു തലമുറയെ, ജ്യോതിഷ ദൈവജ്ഞ ഒരു പരമ്പര സൃഷ്ടിക്കുവാനും ഇടയാവണം ഈ ഒരു സംഘടനയിൽ കൂടി. അത് സാധിക്കും. അതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ. ഇവിടെ എനിക്ക് അനുഗ്രഹ പ്രഭാഷണം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമാണ് എൻ്റെ സംഘാടകന്മാർ എന്നെ ഏൽപ്പിച്ചത്. 20 ഏൽപ്പിച്ചത്. ഇവിടെ വൈക്കത്തപ്പൻ്റെ സന്നിധിയിൽ നമുക്കിവിടെ 5 വർഷത്തോളമായി 5 വർഷത്തോളമായി
ഈ ദീപപ്രോജ്വലനം നടത്തി നമ്മെ അനുഗ്രഹിച്ചത് സാക്ഷാൽ വൈക്കത്തപ്പനാണ്. വൈക്കത്തപ്പൻ്റെ ആ മേൽശാന്തി എന്ന് പറഞ്ഞ സാക്ഷാൽ ഭഗവാന്റെ പ്രതിപുരുഷനാണ്. അദ്ദേഹമാണ് ഇവിടെ ദീപം തെളിയിച്ച് പോയത്. അദ്ദേഹത്തിൻ്റെ ആ ശ്രേഷ്ഠമായ വാക്കുകളും അദ്ദേഹത്തിന് കൂടുതൽ സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ തരണി ഇല്ലം എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ ഒരു ഇല്ലമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കുറച്ചു കാലമായി മരിച്ചുപോയ തരണി ഇല്ലത്ത് വലിയ നമ്പൂതിരി, അദ്ദേഹം എൻ്റെ ഒരു 2-3 അഷ്ടമംഗല പക്ഷത്തെ രാശിപൂജ ചെയ്യാൻ വന്നിരുന്നു. നമ്മളതായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മഹാപണ്ഡിതനായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത അദ്ദേഹത്തിന് സാക്ഷാൽ വൈക്കത്തപ്പൻ്റെ അനുഗ്രഹമാണ്. വൈക്കത്തപ്പൻ എന്ന് പറഞ്ഞാൽ പ്രഭാതേ ദക്ഷിണാമൂർത്തി, മധ്യാഹ്നേ ശബരാകൃതി, വൈകുന്നേരമായി ആയാൽ അവിടെ ഉമാമഹേശ്വരനായിട്ടും അങ്ങനെ രാവിലെ ദക്ഷിണാമൂർത്തിയായി ആരാധിക്കുന്ന ആ ഭഗവാന്റെ പരിപൂർണമായ ഒരു അനുഗ്രഹം സിദ്ധിച്ച തരണി ഇല്ലം. അപ്പം അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് സംസ്കൃതത്തിൽ. വളരെ കടുകട്ടിയുള്ളതായിട്ടുള്ള സംസ്കൃതത്തിൽ അദ്ദേഹം ധാരാളം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. തരണികിരണങ്ങൾ സാക്ഷാൽ വൈക്കത്തപ്പ സുപ്രഭാതം എന്ന് പറയുന്നതായിട്ടുള്ള ആ സുപ്രഭാതം എഴുതി ആദ്യം